അപ്പോൾ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്ലാഷർ മൂവീസിനെ പറ്റിയാണ്. അപ്പോൾ സ്ലാഷർ മൂവീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, റോങ് ടേൺ പോലുള്ള മൂവീസിനെയാണ് സ്ലാഷർ മൂവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്ലാഷർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഹോളിവുഡിൽ ഇറങ്ങിയ 5 സ്ലാഷർ മൂവീസാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആഡം ഗ്രീൻ സംവിധാനം ചെയ്ത് 2006 പുറത്തിറങ്ങിയ സ്ലാഷർ ഹൊറർ മൂവിയാണ് ഹാച്ചറ്റ്. ഒരു ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റുകൾ ഒരു കാട്ടിലേക്ക് ടൂർ പോകുന്നു. അവർ ഒരു ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. യാത്രക്കിടയിൽ അവരുടെ ബോട്ട് ക്രാഷായി അവർ കാട്ടിൽ കുടുങ്ങുന്നു. പിന്നീടാണ് കഥയിലെ സംഭവബഹുലമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ കാട്ടിൽ വിക്ടർ ക്രോളി എന്ന് പറഞ്ഞ വികൃതരൂപിയും ആചാനുബാഹുവുമായ ഒരു പ്രേതം ജീവിച്ചിരുന്നു. തൻ്റെ പ്രദേശത്തേക്ക് ആരൊക്കെ വന്നാലും വിക്ടർ ക്രോളി അവരെ വെറുതെ വിടില്ല. അങ്ങനെ ഓരോ ടൂറിസ്റ്റുകളെയും വിക്ടർ ക്രോളി 1 by 1 ആയി വേട്ടയാടുന്നു. വളരെ ബ്രൂട്ടലായ വിക്ടർ ക്രോളി ഓരോ ടൂറിസ്റ്റുകളെയും കൊന്നു തള്ളുന്നു. അവസാനം നായികയും നായകനും മാത്രമാകുന്നു. അങ്ങനെ അവർ വിക്ടർ ക്രോളിയുമായി പോരാടാൻ തീരുമാനിക്കുന്നു. അവസാനം എന്തു സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം. ഇനി നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകാം. ഡാൻഡെ ആറെ സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ സിനിമയാണ് ഫിയർ ഫാം. 4 ഫ്രണ്ട്സ് ചേർന്ന് ഒരു ഹലോവിൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഒരു കോൺഫീൽഡിനോട് ചേർന്നാണ് ഈ പാർട്ടി നടക്കുന്നത്. അങ്ങനെ അവിടെ വെച്ചവർ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. ഈ ചാലഞ്ചിൽ അവർ വിജയിച്ചാൽ അവർക്ക് $10,000 പ്രൈസ് മണി ലഭിക്കുമെന്ന് അവിടുത്തെ നടത്തിപ്പുകാരൻ പറയുന്നു. ഈ 100 ഏക്കർ ചോളക്കാട്ടിലൂടെ നടന്ന് ആരാദ്യം പുറത്ത് കടക്കുന്നു അവർക്ക് $10,000 ലഭിക്കും എന്നാണ് ചാലഞ്ച്. $10,000 എന്ന് കേൾക്കുമ്പോൾ അവരുടെ കണ്ണ് തള്ളി അവർ ഈ ചാലഞ്ചിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ ചാലഞ്ച് നടത്തുന്ന വാൾക്കർ ഫാമിലിക്ക് ഒരു ഡാർക്ക് സീക്രട്ട് ഉണ്ട്. ഈ ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങളും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ളവരായിരുന്നു. അവർ ഈ ചാലഞ്ച് നടത്തുന്നത് തന്നെ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിരുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് കാണാൻ നിങ്ങൾ തീർച്ചയായും സിനിമ കണ്ടിരിക്കണം. നിങ്ങളൊരു സ്ലാഷർ മൂവീസ് ലവറാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഫിയർ ഫാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സിനിമയിലേക്ക് കടക്കാം. അലക്സാണ്ടർ ഒച്ചി സംവിധാനം ചെയ്ത് 2006 ഇറങ്ങിയ സിനിമയാണ് ദി ഹിൽസ് ഹാവ് ഐസ്. ഒരു ഫാമിലി കാലിഫോർണിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ന്യൂ മെക്സിക്കോ ഡെസേർട്ടിലെ വിജനമായ റോഡിലൂടെയാണ് ഇവർക്ക് യാത്ര തിരിക്കേണ്ടത്. അമ്മ, അച്ഛൻ, 3 മക്കൾ, മരുമകൻ, പിന്നെ ചെറിയൊരു കുട്ടി എന്നിവർ അടങ്ങിയതാണ് ഈ കാർട്ടർ ഫാമിലി. അങ്ങനെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ ഇവർക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഷോർട്ട് കട്ടിലൂടെ പോകുമ്പോൾ ഇവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറാകുന്നു. അങ്ങനെ ഇവർ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുന്നു. എന്നാൽ ഈ മലകളിൽ മനുഷ്യനെ തിന്നുന്ന കുറച്ച് വിരൂപ മനുഷ്യർ ജീവിച്ചിരുന്നു. നരഭോജികളായിരുന്നു ഇവർ ഈ ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്നു. ഈ നരഭോജികളും ഫാമിലിയും തമ്മിൽ ഫൈറ്റും ബ്രൂട്ടൽ കില്ലിങ്സും അടങ്ങിയ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലിംഗ് മൂവിയാണ് ദി ഹിൽസ് ഹാവ് ഐസ്. ഇനി നമുക്ക് 4ാമത്തെ സിനിമയിലേക്ക് കിടക്കാം. ജൂലിയൻ മോറിയും അലക്സാണ്ടർ ബുസ്റ്റില്ലയും ചേർന്ന് സംവിധാനം ചെയ്ത് 2017 ഇറങ്ങിയ സിനിമയാണ് ലെതർ ഫേസ്. ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ്. അവിടെ അവൻ്റെ അമ്മയും സഹോദരങ്ങളും മുത്തശ്ശനും എല്ലാം ഉണ്ട്. അമ്മ അവനോട് കേക്ക് മുറിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ആ കേക്ക് മനുഷ്യമാംസത്തിൽ നിർമ്മിച്ചൊരു കേക്കായിരുന്നു. അതെ, ആ ഫാമിലി ഒരു സാധാരണ ഫാമിലി അല്ലായിരുന്നു. ഒരു നരഭോജി ഫാമിലി ആയിരുന്നു. മനുഷ്യരെ പിടികൂടി വെട്ടിനുറുക്കി ഭക്ഷിക്കുന്ന ഒരു ഫാമിലി. പക്ഷേ ആ കുട്ടിക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ അമ്മ അവനോട് അവരുടെ കുടുംബ പാരമ്പര്യം തുടരാൻ ആവശ്യപ്പെടുന്നു. അടുത്ത സീനിൽ ഒരു കാറിൽ ഒരു കപ്പിൾ ചീറിപ്പാഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് അവരുടെ കാറിൻ്റെ മുന്നിൽ ഒരു പശുവിൻ്റെ തലയുള്ള ഒരു രൂപത്തെ അവർ കാണുന്നു. അവർ കാർ വെട്ടിച്ച് നിർത്തുന്നു. കാറിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി ആ രൂപം എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ ആ രൂപം ആ പെൺകുട്ടിയോട് പറയുന്നു, എന്നെ രക്ഷിക്കണമെന്ന്. അപ്പോൾ ആ പെൺകുട്ടി ആ രൂപത്തിൻ്റെ പിന്നാലെ പോകുന്നു. കാറിൽ അവളുടെ ഒപ്പമുണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അവൾ ആ രൂപത്തിൻ്റെ പിന്നാലെ പോകുന്നു. ആ രൂപത്തെ പിന്തുടർന്ന ആ പെൺകുട്ടി അവസാനം ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നു. അവിടെ വെച്ച് ആ പെൺകുട്ടി ബ്രൂട്ടലായി കൊല്ലപ്പെടുന്നു. അതെ, തുടക്കത്തിൽ കാണിച്ച ആ ഫാമിലിയായിരുന്നു ഇതിന് പിന്നിൽ. ആ പയ്യനായിരുന്നു ആ പശുവിൻ്റെ രൂപത്തിൽ. തുടർന്ന് ആ ഫാമിലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അയാൾ ആ കുട്ടിയെയും അവൻ്റെ സഹോദരനെയും പിടിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കുന്നു. അങ്ങനെ 10 വർഷം കടന്നു പോകുന്നു. പിന്നീട് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയൊരു നേഴ്സ് കടന്നു വരുന്നു. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കൊടുങ്കമിലുകളായ രോഗികൾ അവിടുത്തെ ഡോക്ടർമാരെയും നേഴ്സുമാരെയും ആക്രമിച്ച് പുറത്തു ചാടുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ലെതർ ഫേസ്. ഇനി നമുക്ക് അടുത്ത സിനിമയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ അവസാന സിനിമയാണിത്. ലെതർ ഫേസിൻ്റെ പ്രീക്വലാണ് ഈ സിനിമ. ടെക്സാസ് ചെയിൻസോ എന്നാണ് പേര്. 2013 ഇറങ്ങിയ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോൺ ലോസൻ ഹോപ്പാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചെയിൻസോ പിടിച്ചൊരു നരഭോജിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കുതിരയോടുന്ന ഒരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. ഈ പെൺകുട്ടി അങ്ങനെ രക്ഷപ്പെട്ട് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നു. ഇതിനെ തുടർന്ന് പോലീസും അവിടുത്തെ മേയറും
കൂടി ഈ നരഭോജികളുടെ വീട്ടിലെത്തി അവരെ അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് വീടിന് തീ വെക്കുന്നു. എന്നാൽ ഒരു യുവതിയും ഒരു കുട്ടിയും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ മേയറിന്റെ കൂട്ടത്തിലെ ഒരാൾ ആ യുവതിയെയും കുട്ടിയെയും കണ്ടുപിടിച്ച് യുവതിയെ കൊല്ലുന്നു. എന്നിട്ട് കുട്ടികളില്ലാത്ത അയാൾ ആ കുട്ടിയെ വളർത്തുന്നു. ആ കുട്ടി വളർന്നു വലുതായി ഹീദർ എന്നാണ് ആ കുട്ടിയുടെ പേര്. അങ്ങനെ ഒരു ദിവസം അവൾക്കൊരു കത്ത് വരുന്നു. നിങ്ങളുടെ മുത്തശ്ശി മരിച്ചിരിക്കുന്നു, അവരുടെ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഉടൻ അവൾ ചെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും കാര്യം തിരക്കുന്നു. അവസാനം അവർ അവളോട് പറയുന്നു, നിന്നെ ഞങ്ങൾ ദത്തെടുത്തതാണ്. അത് കേട്ട് അവൾ വിഷമത്തോടെ ആ വീട് വിട്ടിറങ്ങുന്നു. ഈ വിവരങ്ങൾ എല്ലാം ലീഡർ തൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു. എന്നിട്ട് അവൾ പറയുന്നു, ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന്. എന്നാൽ അവർ പറയുന്നു, നിന്നെ ഞങ്ങൾ തനിച്ചാക്കില്ല, ഞങ്ങളും നിൻ്റെ കൂടെ വരുമെന്ന്. ഹീദറും കൂട്ടുകാരും അങ്ങനെ ടെക്സാസിലേക്ക് യാത്ര തിരിക്കുകയാണ്. വഴിയിൽ വെച്ച് ഒരു യുവാവ് അവരോട് ലെഫ്റ്റ് ചോദിക്കുന്നു. അവർ അവനെ കൂടെ കൂട്ടുന്നു. അങ്ങനെ അവർ മുത്തശ്ശിയുടെ വീട്ടിലെത്തുന്നു. കൊട്ടാര സമാനമായ ഒരു വീടായിരുന്നു അത്. അങ്ങനെ അവർ ആ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവർക്കുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി അവർ മാർക്കറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ആ വഴിയിൽ നിന്ന് കയറിയ യുവാവ് പറഞ്ഞു, നിങ്ങൾ പോയി ആവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവാ, അപ്പോഴേക്കും ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. എന്നാൽ ആ യുവാവ് ഒരു കള്ളനായിരുന്നു. ഇവർ പോയ തക്കം നോക്കി അവൻ ആ വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തൻ്റെ ബാഗിലാക്കുവാൻ തുടങ്ങി. അങ്ങനെയെല്ലാം തൻ്റെ ബാഗിലാക്കി പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ ഒരു ഡോർ ശ്രദ്ധിച്ചത്. അത് തുറന്നപ്പോൾ അത് ആ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു ഡോറായിരുന്നു. അവൻ അത് തുറന്ന് മുന്നോട്ട് നടന്നു. പെട്ടെന്നൊരാൾ അവനെ പിന്നിൽ നിന്ന് വന്ന് കമ്പി കൊണ്ടടിച്ചിട്ട് അതിക്രൂരമായി കൊല്ലുന്നു. അതേസമയം ഹീദറും കൂട്ടുകാരും തിരിച്ചു വന്നപ്പോൾ ഈ യുവാവിനെ കാണുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ ഒരു കള്ളനായിരുന്നു എന്ന്. പിന്നീടുള്ള കഥയിൽ ഇവർക്ക് മനസ്സിലാകുന്നു ഈ വീട്ടിൽ ഒരു നരഭോജിയുണ്ടെന്ന്. അങ്ങനെ ഇവരും നരഭോജിയുമായി ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. അവസാനം ഹേദർ ഒരു സത്യം മനസ്സിലാക്കുന്നു. ഈ നരഭോജി തൻ്റെ കസിനാണെന്നും തൻ്റെ യഥാർത്ഥ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന അവസാന കണ്ണിയാണ് ഇവനെന്നും ഹേദർ മനസ്സിലാക്കുന്നു. തൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് മേയറോടും കൂട്ടരോടും പ്രതികാരം ചെയ്യാൻ അങ്ങനെ ഹേദറും ഈ നരഭോജിയും തീരുമാനിക്കുന്നു. പിന്നീട് ഒരുപാട് ബ്രൂട്ടൽ കില്ലിങ്സും ഒരുപാട് ത്രില്ലിംഗ് മൊമെൻറ്റ്സും ഉള്ളൊരു സിനിമയാണ് ടെക്സാസ് ചെയിൻസോ മസാക്രെ. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ടെക്സാസ് ചെയിൻസോ.